ഈ വെള്ളോടിയെങ്കിലും നടക്കട്ടെ. കുടി കുടി. നീ എന്നെ പറഞ്ഞു ചേട്ടാ, എന്താടാ ഇവനെ ഒരു പെണ്ണിനെ കിട്ടി. കളഞ്ഞിട്ടെങ്കിൽ തിരിച്ചോണ്ട് കൊടു. ഇനി അതിന്റെ പേരിൽ സ്റ്റേഷനിൽ കയറാനൊന്നും വയ്യ. അയ്യോ അതല്ല, പിന്നെ ഇവനെ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന്. ഏത് പെണ്ണ്? ഓ ഇവനാ? ഇവന് ആരടാ അവള്? സത്യം തന്നെ മാമ. നിങ്ങൾക്കാണ് എനിക്കാ? ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ കുടിക്കാതിരിക്കണ്ട. അളിയാ, മലയാളിയാ, നീയാണ്ട്രാ എന്റെ മരുമകൻ. നീ മുത്തല്ല, പുത്തിച്ചിപ്പിയാണ്ട്രാ. ഇത് കഴിച്ചിട്ട് വേണം കുറെ നാളായിട്ട് മുടങ്ങിക്കിടങ്ങണ ചടങ്ങൊക്കെ ഒന്ന് തുടങ്ങാൻ. മാധവളിയാ, നീയാണ്ട്രാ യഥാർത്ഥ കൂട്ടുകാരൻ. സന്തോഷം പോയി അടിച്ചു മറിയട്ട്. ഈ പോണ പോക്ക് ആ ലൂയിസിനെ തെരുവിളിക്കാനാണ്. നീ ആ വക്കീലിനെ വിളി. അളിയ, ഞാൻ ഇങ്ങോട്ട് ചെന്ന രക്തപ്പുഴ എഴുകും. വിളിച്ചോണ്ട് വാ, വിളിച്ചിറക്കടാ. വരുവളി അവൻ. വരും. പരമനാറി ലൂയിസേ. വേടിക്കണ്ട, ഇത് പുതിയ തെറിയ. ആണോ? നീ എന്റെ മരബനെ കല്യാണം മുടക്കണ തെണ്ടി. എടാ, എന്റെ മോന് പെണ്ണ് കിട്ടിയടാ. നല്ല സുന്ദരിയായ പൂച്ചക്കുട്ടി പോലത്തെ ഒരു കുട്ടി. നീ ഞങ്ങൾക്ക് വഴി തരൂലടാ. അവൾക്ക് ഏക്കറണക്കിന് സ്ഥലമുണ്ടോ? മെഡിക്കൽ കോളേജ് കേട്ടോളാ, കാണോടാ. എങ്ങനെയുണ്ടോ? അയ്യോ, ഇത് വളരെ പഴയത്. ഇവന് ഈ പഴയ തെറിയൊക്കെ മതി. അവനത് മതി. നാളെ ഒന്ന് പുതിയ അവന് ചെയ്യണ്ടടാ. പാവം അവൻ കൊതിക്കപ്പെടാ. അവൻ കൊതിക്കപ്പെടാ. ചോദിക്കാനും പറയാനും നമ്മള് മാന്യത കാണിക്കണം. മാന്യത ആ തെണ്ടിയുടെ അടുത്ത് ഒരു മാന്യതയും കാണിക്കണ്ട. ഈ ചായ ചായ നിന്നോടാരാ ചായ കൊണ്ടുവരാൻ പറഞ്ഞേ? കൊണ്ടുപോയി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ? ചായ വേണ്ടെങ്കിൽ പറഞ്ഞാ പോരെ, വെറുതെ. മുതലാളി, കുറെ കാലായിട്ട് ശല്യമില്ലാണ്ടിരുന്നതാ. എടോ മെമ്പറേ, എന്താ മുതലാളി? അവന്മാര് വീണ്ടും തുടങ്ങിയടോ. തന്റെ വാക്ക് കേട്ടിട്ടാ 10-12 ഏക്കറ ഞാൻ മെഡിക്കൽ കോളേജിന് വേണ്ടി ഉണ്ടാക്കിയത്. ദേ, അടുത്ത മാസം അവര് നാട്ടിൽ നിന്ന് പോയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഇവരെയൊന്നും തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല, നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇനിയും തുടർന്നാൽ മുതലാളി, ഈ പ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്കാൻ. 2 ആഴ്ച, അതിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം പറയാം മെമ്പറേ, ഇത് അവസാന വാക്കാണ്. എന്ത് കാണിച്ചിട്ടായാലും ആ മക്കൾ ഈ നാട്ടിൽ നിന്ന് പോയിരിക്കണം. മനസ്സിലായല്ലോ? ശരി മുതലാളി. എന്തായി? ഉടനെ ശരിയാവും മുതലാളി. എടാ ജോസേ, ആ മെമ്പറെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. നീ ആ മാധവന്റെ മരുവനെ വിളിക്ക്. ഇനി അവനെ വെച്ച കാര്യങ്ങൾ നടക്കും.